എല്ലാവർക്കും നമസ്കാരം. ഹാപ്പീസ് കുക്ക് ബുക്കിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക കൊണ്ടൊരു അടിപൊളി കിണ്ണത്തപ്പമാണ്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ സാധിക്കുന്ന, അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കിണ്ണത്തപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചക്ക വേവിച്ചതാണ്. 2-3 ദിവസം തുടർച്ചയായി 4-5 വിസിൽ വരെ അടിച്ച് വേവിച്ചെടുത്ത ചക്കയാണിത്. അത് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചക്കയുടെ അളവ് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാൻ 1 കപ്പ് അളവാണ് എടുത്തിട്ടുള്ളത്. അടുത്തതായി നാളികേരമാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. അരമുറി നാളികേരം മിക്സിയിൽ അല്പം വെള്ളം ചേർത്ത് അരച്ചെടുത്തതാണിത്. പാല് പിഴിയാതെ തന്നെ നാളികേരത്തിൻ്റെ പീര അടക്കമാണ് നമ്മൾ ചക്കയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ചക്കയും നാളികേരവും അതോടൊപ്പം കുറച്ച് വെള്ളവും ചേർത്ത് നമുക്കിതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ചക്കയും നാളികേരവും നന്നായി അരഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിതിനൊരു ബൗളിലേക്ക് മാറ്റാം. അതിനുശേഷം 1 കപ്പ് അരിപ്പൊടിയാണ് നമ്മൾ ചേർക്കുന്നത്. 1 കപ്പ് അരിപ്പൊടി നമ്മൾ ചേർത്തിട്ട് നല്ല രീതിയിൽ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അരിപ്പൊടി നന്നായി അതിനോട് യോജിച്ചതിന് ശേഷം നമ്മൾ ചേർക്കുന്നത് മൈദയാണ്. 1/2 കപ്പ് മൈദയും അതുപോലെ തന്നെ 1/4 കപ്പ് പഞ്ചസാരയും നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ നല്ല ജീരകവും അതോടൊപ്പം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിലേക്ക് കുറച്ചായി വെള്ളം ചേർത്ത് കൊടുക്കണം. വെള്ളം കൂടി പോകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ കുറേശ്ശെയായി വെള്ളം ചേർത്ത് ഇളക്കി ഈ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കണം. ചക്ക കിണ്ണത്തപ്പത്തിൻ്റെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുറച്ച് നേരം ഏകദേശം 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം. കിണ്ണത്തപ്പത്തിൻ്റെ തട്ടിലാണ് ഞാനിവിടെ കിണ്ണത്തപ്പം ഉണ്ടാക്കുന്നത്. ആദ്യമേ തന്നെ നമ്മൾ പ്ലേറ്റിൽ എണ്ണ തൂവി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷമാണ് നമ്മൾ ചക്ക കിണ്ണത്തപ്പത്തിൻ്റെ മിക്സ് പ്ലേറ്റുകളിൽ ഒഴിച്ച് കൊടുക്കുന്നത്. പ്ലേറ്റിൻ്റെ എല്ലാ ഭാഗത്തേക്കും മിക്സ് പരത്തി കൊടുക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കുക്കറിൽ നമ്മൾ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെക്കുക. അതിലേക്കാണ് നമ്മൾ ഈ കിണ്ണത്തപ്പത്തിൻ്റെ തട്ട് ഇറക്കി വെക്കുന്നത്. തുടർന്ന് നമുക്ക് മൂടി വെച്ച് കിണ്ണത്തപ്പം ആവിയിൽ വേവിച്ചെടുക്കാവുന്നതാണ്. കിണ്ണത്തപ്പം ഇപ്പോൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ കിണ്ണത്തപ്പത്തിൻ്റെ തട്ടില്ലെങ്കിൽ തന്നെ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്റ്റീൽ പ്ലേറ്റിൽ ഈ കൂട്ട് ഒഴിച്ചു കൊടുത്ത് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാവുന്നതാണ്. ചൂടാറിയതിന് ശേഷം നമ്മളൊരു സ്പൂണിൻ്റെ ബാക്ക് സൈഡ് വെച്ച് പ്ലേറ്റിൽ ഒന്ന് റൗണ്ട് ചെയ്യുമ്പോഴേക്കും സിമ്പിളായിട്ട് ഇതുപോലെ കിണ്ണത്തപ്പം വിട്ട് കിട്ടും. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ സാധിക്കുന്ന, അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കിണ്ണത്തപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസ് അറിയിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള കിടിലൻ റെസിപ്പികളുമായി നമുക്ക് ഇനിയും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും എല്ലാവിധ നന്മകൾ ഉണ്ടായിരിക്കട്ടെ. നല്ലൊരു ദിവസമായിരിക്കട്ടെ. താങ്ക്